ഹായ് എവരിവൺ, 10th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഇതുവരെ ബ്ലഡ് ക്ലോട്ടിംഗ്, ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് തുടങ്ങിയവയെ കുറിച്ചൊക്കെ പഠിച്ചു. ഇതിനൊക്കെ സഹായിക്കുന്ന ആരാണ്? WBC ആണ് അല്ലേ. അതോടൊപ്പം തന്നെ പ്ലേറ്റ്ലെറ്റുകളാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് വൂണ്ട് ഹീലിംഗ്. എന്താണ് വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുറിവുണങ്ങൽ. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ആ ഭാഗത്ത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നു, ഫാഗോസൈറ്റോസിസ് നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തായിട്ട് ഈ മുറിവുണ്ടായാൽ ആ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ നിന്നതിന് ശേഷം മുറിവ് എന്ത് ചെയ്യണം? കരിയണം, അല്ലെങ്കിൽ ഉണങ്ങണം ഇല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് വൂണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ മുറിവുണങ്ങൽ. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, വൂണ്ടുണ്ടായ ഭാഗത്തെ ടിഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നശിച്ചു പോകാറുണ്ട് അല്ലെ. നശിച്ചു പോയ ടിഷ്യൂസിന് പകരം എന്ത് ചെയ്യും? പുതിയ ടിഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. അതായത് ആ നശിച്ചുപോയ ടിഷ്യൂസിന്റെ അതേപോലെയുള്ള ടിഷ്യൂസ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് മുറിവിന്റെ പാട് അവശേഷിക്കില്ല, അല്ലെങ്കിൽ സ്കാർ ഉണ്ടാവുകയില്ല. ഇനി അതേസമയം ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാം? അവിടെ നമ്മുടെ നശിച്ചുപോയ ടിഷ്യൂസിന് പകരം അതേ ടിഷ്യൂസ് ഉണ്ടാകുന്നില്ല. അതിനു പകരം അവിടെ ആ മുറിവുണങ്ങാൻ അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗിന് സഹായിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. യോജക കലകളുടെ സഹായത്തോടു കൂടിയായിരിക്കും അവിടെ വൂണ്ട് ഹീലിംഗ് നടന്നത്. അപ്പൊ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകാം? വൂണ്ടിന്റെ സ്കാർ അവശേഷിക്കാം, അല്ലെങ്കിൽ മുറിപ്പാട് അവശേഷിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് മുറിവ് എന്ത് ചെയ്യണം? ഉണങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകാം? ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അപ്പൊ ഈ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പൊ വൂണ്ടുണ്ടായ ഭാഗത്തെ ടിഷ്യൂസ് നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ കലകൾ നശിച്ചു പോകുന്നു. ആ കലകൾ നശിച്ചു പോയ ഭാഗത്ത് അതേപോലെയുള്ള പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അതേപോലെയുള്ള ടിഷ്യൂസ് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ സ്കാർ അല്ലെങ്കിൽ മുറിപ്പാട് അവശേഷിക്കില്ല. ഇനി അതേസമയം ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അതേപോലെയുള്ള ടിഷ്യൂസ് ആയിരിക്കില്ല വൂണ്ട് ഹീലിംഗിന് സഹായിക്കുന്നത്. പകരം ആരായിരിക്കും? കണക്റ്റീവ് ടിഷ്യൂസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അവിടെ മുറിവ് ഉണങ്ങിയത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്കാർ അവശേഷിക്കും അല്ലെ. അതായത് മുറിപ്പാട് അവിടെ അവശേഷിക്കും. നിങ്ങൾക്കൊക്കെ പല ശരീരഭാഗങ്ങളും മുറിവുണ്ടായി കാണും. ആ ചില ഭാഗങ്ങളിലാണെങ്കിൽ ആ മുറിവുണ്ടായതിന്റെ പാടൊന്നും അവശേഷിച്ച് കാണില്ല, പാടൊന്നും അറിയാനേ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ആ മുറിവുണ്ടായ ഭാഗത്ത് അവിടെ നശിപ്പിക്കപ്പെട്ട ടിഷ്യൂസിന് പകരം അതേപോലെ തന്നെയുള്ള ടിഷ്യൂസ് ആയിരിക്കും ഫോം ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ മുറിപ്പാട് അവശേഷിക്കാത്തത്. ഇനി ചില ഭാഗങ്ങളിൽ എങ്ങനെയായിരിക്കും? നമുക്ക് മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാടുകൾ ഇങ്ങനെ ജീവിതകാലം മൊത്തം കാണും ഇല്ലേ. അപ്പൊ ആ പാടുകൾക്കുള്ള കാരണം എന്താണ്? അവിടെ ആ മുറിവുണങ്ങാൻ നമ്മളെ സഹായിച്ചത് ആരാണ്? കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലകളാണ്. അതുകൊണ്ടാണ് അവിടെ മുറിപ്പാട് അവശേഷിക്കുന്നത്. അപ്പൊ ഈ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നതും എന്തിനെ സഹായിക്കുന്നു? ഇൻഫെക്ഷൻ ഉണ്ടാകാതെ സഹായിക്കുന്നു. ഇനി ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാം? വൂണ്ട് ഉണ്ടായപ്പോൾ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായെങ്കിൽ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് വളരെയധികം താമസം എടുക്കും ഇല്ലെ. അതായത് മുറിവുണങ്ങാൻ വളരെയധികം താമസം എടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ മുറിവുണ്ടായപ്പോൾ അവിടെ എന്തുണ്ടായി? ഇൻഫെക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ പതോജൻസ് ആ മുറിവിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വൂണ്ട് ഹീലിംഗിന് സമയമെടുക്കും. ഇനി ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വൂണ്ട് ഹീലിംഗ് പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. അപ്പൊ ഇത് എന്ത് തന്നെയാണ്? ഒരു തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി അതുപോലെ തന്നെ ഫീവർ ഇല്ലേ. നമുക്ക് ഏത് രോഗമുണ്ടായാലും മുന്നേ വരുന്നത് എന്താണ്? ഫീവർ ആണ്. നമ്മൾ നേരത്തെയൊക്കെ ചിന്തിച്ചിരുന്നത് ഫീവർ എന്ന് പറയുന്ന ഒരു രോഗമാണെന്നാണ്. അതേസമയം ഫീവർ എന്ന് പറയുന്നത് എന്തല്ല? ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഇല്ലേ, ശരീര താപനില എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഇനി ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാം? പതോജൻസ് ഒക്കെ ഉള്ളിൽ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡി ടെമ്പറേച്ചർ ഉയർന്നു പോകാം, അല്ലെങ്കിൽ നോർമലിൽ നിന്നും, സാധാരണ നിലയിൽ നിന്നും അത് കൂടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീവർ. അപ്പം സാധാരണ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില സന്ദർഭങ്ങളിൽ, അതായത് പതോജൻസ് വല്ലതും എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ഹൈ ആകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീവർ. അപ്പൊ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് പതോജൻസ് എൻറ്റർ ചെയ്യുന്നു. അപ്പൊ ഈ പതോജൻസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യമേ എന്ത് ചെയ്യും? അവർ ചില ടോക്സിൻസ് അല്ലെങ്കിൽ വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ WBCസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളെ ഉദ്ദീപിപ്പിക്കുന്നു. എന്താണ് ശ്വേതരക്താണുക്കളെ ഉദ്ദീപിപ്പിക്കുന്നത്? അതായത് പതോജൻസ്, രോഗാണുക്കൾ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യും? ചില ടോക്സിൻസ്, വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ വിഷവസ്തുക്കൾ എത്തുന്നത് മൂലം നമ്മുടെ WBC സ്റ്റിമുലേറ്റഡ് ആകും.
ആകുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് WBCസും ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ WBCs പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആകുന്നത്. അപ്പൊ ബോഡി ടെമ്പറേച്ചർ ഹൈ ആകുമ്പോഴത്തേക്ക് അവിടെ ആരുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കില്ല? പതോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കില്ല. നമുക്കറിയാം പതോജൻസ് ഒക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ അവർ എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? അവരുടെ നമ്പർ അധികമാകുന്നു, ഒരുപാടാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ആകെ ആ ഇൻഫെക്ഷൻസ് ബാധിക്കും അല്ലെ? ഇനി സാധാരണഗതിയിൽ ഒരു പതോജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ WBCs ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉയരുന്നു. അപ്പൊ ഇങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഉയരുമ്പോഴത്തേക്ക് ആ പതോജൻസിന് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, അതായത് അവരുടെ എണ്ണം ഇരട്ടിയാകാൻ സാധിക്കുന്നില്ല അല്ലെ? അതുപോലെ തന്നെ അവിടെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. എന്തായിരുന്നു ഫാഗോസൈറ്റോസിസ്? നമ്മുടെ ബോഡിയിലേക്ക് കടക്കുന്ന പതോജൻസിനെ വിഴുങ്ങി നശിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് ഇല്ലേ? അതിന് ആരൊക്കെയായിരുന്നു സഹായിക്കുന്നത്? ന്യൂട്രോഫിലും മോണോസൈറ്റുമായിരുന്നു. അപ്പൊ ഇവിടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആകുന്നു. ഹൈ ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പതോജൻസിന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റും ഒക്കെ കൂടി എന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസിസ് നടത്തുന്നു. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഫീവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? ഒരു പ്രതിരോധ മാർഗമാണ്. അല്ലാതെ ഫീവർ എന്ന് പറയുന്ന രോഗമൊന്നുമല്ലല്ലോ. അല്ല. കാരണം എന്താണ്? നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. പതോജൻസ് എൻട്രി ചെയ്യുമ്പോൾ ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഹൈ ആകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീവർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആകുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച പതോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയണം. അതോടൊപ്പം തന്നെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുകയും വേണം അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഏതെന്ന് പറയുന്നത്? ഫീവർ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ചെറിയ ഫീവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാം? പതോജൻസ് നമ്മുടെ ബോഡിയിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെ കൂടുതൽ നേരം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയി നിൽക്കുന്നത് നല്ലതല്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വരും. കാരണം ഹൈ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. എസ്പെഷ്യലി ബ്രെയിനൊക്കെ എന്ത് ചെയ്യും? ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടേഴ്സിന്റെ ഒക്കെ അഡ്വൈസ് സ്വീകരിച്ചിട്ട് മെഡിസിൻസ് എടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഫീവർ നീണ്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള റീസൺ കണ്ടെത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മെഡിസിൻസ് എടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഫീവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് നമ്മുടെ ബോഡി നടത്തുന്നത്? ഒരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗം എന്ത് ചെയ്തു വരുന്നു? സ്വെല്ല് ചെയ്തു വരുന്നു. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. ഇനി അതുപോലെ തന്നെ ആ മുറിവിന്റെ ഭാഗത്തേക്ക് ഏതെങ്കിലും പതോജൻസ് എൻട്രി ചെയ്യുകയാണെങ്കിൽ അവരെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതിനെ എന്തെന്ന് വിളിക്കും? ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കും. ഇനി മുറിവുണ്ടായ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുക ഇല്ലെ? ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇനി വൂണ്ട് ഉണ്ടായ ഭാഗത്ത് മുറിവ്, അല്ലെങ്കിൽ ആ വൂണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഉണങ്ങണം. വൂണ്ട് ഹീലിംഗ് നടത്തണം ഇല്ലെ? അപ്പൊ ഈ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? മുറിവുണ്ടായ ഭാഗത്തെ ടിഷ്യൂസ് നശിക്കപ്പെടുമ്പോൾ ആ ടിഷ്യൂസിന് പകരം അതേപോലെയുള്ള ടിഷ്യൂസ് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന മുറിവുണങ്ങലാണെങ്കിൽ ആ ഭാഗത്ത് എന്ത് അവശേഷിക്കില്ല? സ്കാർ അല്ലെങ്കിൽ മുറിപ്പാട് അവശേഷിക്കില്ല. ഇനി ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാം? ആ അതേപോലെയുള്ള ടിഷ്യൂസിന് പകരം കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ യോജക കലകളുടെ സഹായത്തോടു കൂടി വൂണ്ട് ഹീലിംഗ് നടക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് സംഭവിക്കാം? ഈ മുറിപ്പാട് അവശേഷിക്കാം. ഇനി അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വൂണ്ട് ഹീലിംഗിന് സമയം എടുക്കും ഇല്ലേ? അപ്പൊ ഈ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ മാർഗമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രതിരോധ മാർഗമാണ് ഏതെന്ന് പറയുന്നത്? ഫീവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫീവർ എന്താണ്? നമ്മുടെ ബോഡി നടത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഏതിനെതിരെ? പതോജൻസിനെതിരെ. അതായത് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. പതോജൻസ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് മാറുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീവർ. അതായത് പതോജൻസ് എൻട്രി ചെയ്യുന്നു. പതോജൻസ് ചില ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ടോക്സിൻസ് ഉണ്ടാകുന്നത് മൂലം WBC സ്റ്റിമുലേറ്റഡ് ആകുന്നു. അപ്പൊ ഈ WBCs കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ കെമിക്കൽസിന്റെ സഹായത്തോടു കൂടിയാണ് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിച്ച പതോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയപ്പെടുന്നു. അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നത് എന്തിന് സഹായിക്കുന്നു? പതോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുന്നതിനും അതുപോലെ തന്നെ ഇതിനെ വിഴുങ്ങി നശിപ്പിക്കാനും നമ്മുടെ WBCസിനെ സഹായിക്കുന്നു.
അപ്പൊ ഈ രണ്ടെണ്ണവും ഏതിൽ വരുന്നതാണ്? അതായത് ഈ വൂണ്ട് ഹീലിംഗും ഫീവറും നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ ഉണ്ടായ റെസ്പോൺസസ് എല്ലാം എങ്ങനെയാണ്, ഏത് പതോജൻ ആണ് എന്ന് നോക്കാതെയാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്, ഇതിനെതിരെ എല്ലാം പ്രതികരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഏത് പതോജനാണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, സ്വഭാവ സവിശേഷതകൾ എന്താണെന്നോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ബോഡി പ്രതികരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം. അതായത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കുന്നില്ല അല്ലെ. ഏത് പതോജൻ ഉള്ളിൽ പ്രവേശിച്ചാലും അതിനെയെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ നശിപ്പിച്ചു കളയുന്നു. ബോഡിയുടെ ഈ ഡിഫൻസ് മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രതികരണം ഒന്നും അല്ല അവിടെ നടത്തുന്നത്, പ്രത്യേകതരം പ്രതികരണം ഒന്നും അല്ല അല്ലെ. ആര് വന്നാലും അവരെ എല്ലാം എന്ത് ചെയ്യുന്നു, നശിപ്പിക്കാനായിട്ട് ബോഡി ശ്രമിക്കുന്നു, അവർക്കെല്ലാം എതിരെ ബോഡി പ്രതികരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിരോധത്തെ വിളിക്കുന്ന പേരാണ് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ഈ നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിന് സഹായിക്കുന്നതും ആര് തന്നെയാണ്? WBCs ആണ്. അതിനകത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം, അതായത് സ്പെസിഫിക് ആയിട്ട് ഓരോ പതോജനെ ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന ആൾ ആരാണ്? അത് ലിംഫോസൈറ്റ് ആണ്. അപ്പൊ നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിന് സഹായിക്കുന്ന WBCs ആരൊക്കെയായിരിക്കും? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്സ് തുടങ്ങിയവയാണ്. ഇനിയും ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവര് സ്പെസിഫിക് ആയിട്ട് ഓരോ പതോജനെ ഐഡന്റിഫൈ ചെയ്താണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.